ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഔട്ട് കം ദ വോൾഫ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും, അല്ലാതെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവരത്തില്ല എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, മറക്കാതെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ കാടിനുള്ളിൽ ഒരാൾക്ക് നല്ലതുപോലെ തന്നെ പരിക്ക് പറ്റിയിട്ട് ഇഴഞ്ഞെഴിഞ്ഞെങ്ങനെ പോവാണ്. അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യവും നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ബൈക്കിൽ ആരോ ഒരാൾ ഹെൽമെറ്റ് ഇട്ട് നല്ല വേഗതയിൽ തന്നെ പോകുന്നുണ്ട്. അത് കാടിനടുത്തുള്ള ഒരു വീടിനടുത്തേക്കാണ് അയാൾ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ ഒരു വീടിനടുത്തേക്ക് അവ എത്തി ഹെൽമെറ്റ് എല്ലാം ഊരിയിട്ട് നേരെ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പെണ്ണിറങ്ങി വരുന്നു. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള സോഫിയ. അതുപോലെ ഇപ്പൊ ഇവിടേക്ക് വന്നതാരാണെന്നറിയോ, സോഫിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ള കെയിൽ. അങ്ങനെ രണ്ടുപേരും കാണുന്നതും ഹേയ് ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സോഫി ഇപ്പൊ അവനോട് ചോദിക്കും, അല്ല നിന്റെ ഭാര്യ വന്നില്ലേ? ഓ അവള് വരാനായിട്ട് നിന്നതാണ്, പക്ഷേ അവൾക്ക് കുറച്ച് ജോലിയായി പോയി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവള് അവിടേക്ക് പോയി. ഓ അങ്ങനെയാണല്ലേ, ശരി ഭാഗത്തേക്ക് വാന്നും പറഞ്ഞ് ഇപ്പൊ ഹീറോയിൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവന്റെ പേര് നോളൻ എന്നാണ്. അങ്ങനെ നോളനും കെയിലും രണ്ടുപേരും പരിചയപ്പെടുമ്പോൾ നോളൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഒരു വർഷമായി നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട്? സോഫി അറിയും അതെ എന്ന് പറയുമ്പോൾ തന്നെ നോളൻ ഒരു വല്ലാത്ത നോട്ടം അവനെ നോക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നോളനും സോഫിയയും ഇപ്പൊ ഇഷ്ടത്തിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നോളനും കെയിലും ഇപ്പൊ വെളിയിൽ നിന്നിട്ട് ഈ അമ്പെയ്ത്തുണ്ടല്ലോ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. സത്യത്തിൽ നമ്മുടെ നോളനി അമ്പ് ചെയ്യാനായിട്ട് അറിയത്തില്ല, കെയിലിനറിയാം. കാരണം കെയിലും നമ്മുടെ സോഫിയും കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു വേട്ടയാടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സോഫിയുടെ അച്ഛനാണ് ഇവരെ രണ്ടുപേരും ആ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കെയില് നോളന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കെയില് അമ്പ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ശരി ദേ ഇതുപോലെ പിടിക്ക്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, അനങ്ങരുത് എന്നെല്ലാം പറയുമ്പോൾ നോളൻ അതുപോലെ തന്നെ ആ ഒരു അമ്പ് അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വിട്ടുകൊടുക്കുന്നതും കറക്റ്റ് അതിൽ കൊള്ളത്തില്ല. ഇത് കണ്ട നമ്മുടെ സോഫി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ നോളൻ പറയും, ഏയ് അവിടെ നിന്ന് വെറുതെ ചിരിക്കാതെ ഓക്കെങ്കിലൊന്ന് വന്ന് ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ സോഫി പറയും ശരി ദാ വരുന്നു എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു അമ്പുമ്പിൽ പിടിച്ച് എയിം ചെയ്തിങ്ങനെ നിൽക്കാണ്. എന്താന്ന് വെച്ചാൽ അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവള് നല്ലതുപോലെ ആ ഒരു അമ്പ് ആ ഒരു മാർക്കിൽ ഇങ്ങനെ കൊള്ളിക്കുമ്പോഴത്തേക്കും നോളൻ പറയും, ഹേയ് ഈ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പറയും എന്റെ അച്ഛൻ തന്നെയാണ് ഈ ഒരു കാര്യം എന്നെയും അതേപോലെ കെയിലിനെ പഠിപ്പിച്ചത്. അപ്പോൾ നോളൻ പറയും, പക്ഷെ നീ വേട്ടയാടുന്നുണ്ടെങ്കിലും നീ വീഗനല്ലേ, പിന്നെ എങ്ങനെ ഈ ഒരു വേട്ടയാടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് അത് ഞാൻ ഇപ്പോഴല്ലേ മാറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നോളനുമായിട്ട് അവൾ ഒരുപാട് സംസാരിക്കുന്നത് കണ്ടിട്ട് കെയിലിന് എന്തോ ഇഷ്ടപ്പെടാത്തതുപോലെ. അങ്ങനെ അവര് രണ്ടുപേരും സംസാരിച്ച് അത് കഴിഞ്ഞ് കെയില് വീണ്ടും നോളനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഈ ഒരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നോളിന് എന്തായാലും നല്ലതുപോലെ അറിയത്തില്ല. കെയിലാണെങ്കിലും നല്ലതുപോലെ ഷൂട്ട് ചെയ്യും, കാരണം അവൻ പണ്ട് മുതലേ വേട്ടയാടാൻ പോകുന്നതുകൊണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും സോഫിയ ഈ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിക്കുന്നു. അപ്പൊ നോളനും കെയിലും രണ്ടു വശങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോഫി ഇപ്പോൾ കളിച്ച് നേരെ നോളിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ ഡാൻസ് കളിക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഹേയ് ഇല്ലില്ല ഞാൻ എന്തായാലും ഇത് എഴുതുവാണെന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് എടുത്തു വെച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സോഫി അത് വലിയ കാര്യമാക്കാതെ വീണ്ടും അവൾ കളിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നോളൻ ഇപ്പോഴും ആ ഒരു ലാപ്ടോപ്പിൽ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അവനൊരു എഴുത്തുകാരനാണ്, അതുകൊണ്ടാണ് ഇപ്പൊ അവൻ ആ ഒരു കാര്യം തന്നെ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് കെയിലും സോഫിയയും അവിടെ ഇരുന്നിട്ട് കാർഡ് കളിക്കും. അപ്പോൾ രണ്ടുപേരും കുറെ നേരമായിട്ട് ഇങ്ങനെ കളിക്കുന്നു, ഒരുപാട് സംസാരിക്കുകയും അതേപോലെ തന്നെ പരസ്പരം തൊടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് നോളിന് അത്ര ശരിയാവുന്നില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കാർഡ് കാണിക്കാനായിട്ട് പറയുമ്പോൾ സോഫി അറിയുമില്ല കാണിക്കത്തില്ല എന്ന് പറയുന്നതും കെയില് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവസാനം പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവര് രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ട് ആ ഒരു രീതിയിൽ പെരുമാറുന്നു. പക്ഷെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നോളൻ എന്തായാലും സഹിക്കുന്നില്ല, കാരണം നോളനും സോഫി ഇപ്പോഴും സ്നേഹിക്കാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്ര വലിയ സുഹൃത്തായാലും ചിലർക്ക് അത് എന്തായാലും സഹിക്കത്തില്ല. ഈ ജലസി ഉണ്ടല്ലോ ആ ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ നോളൻ നേരെ റൂമിനകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ ഒരു കാർഡെല്ലാം എടുത്തു വെച്ച് നമ്മുടെ സോഫി നേരെ റൂമിനകത്തേക്ക് ചെന്നിട്ട് എന്തു പറ്റി, നീ എന്തിനാ അവിടെ നിന്ന് ഇവിടേക്ക് വന്നേ, എന്തേ ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഏയ് ദേഷ്യമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കാരണം എനിക്ക് എഴുതാൻ പറ്റിയില്ല, അത് മാത്രമേ ഉള്ളൂ. അതുമല്ല നിനക്കറിയത്തില്ലേ ഞങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്, ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നോളൻ പറയും നിനക്കത് സാധാരണ വിഷയമായിരിക്കും, പക്ഷെ അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെ? അപ്പൊ അവള് പറയും അതെനിക്കറിയത്തില്ല, അവള് വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോളൻ ചോദിക്കും ശരി നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിയാം, പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അല്ലാതെ അവ ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം എന്താ? എന്തായാലും ഒരു വീക്കെൻഡ് ആഘോഷിക്കാനാണ് വരുന്നതെന്ന് അവൻ അറിയാം. എന്നിരുന്നാലും അവ ഒറ്റയ്ക്ക് വരേണ്ട കാരണം ഇപ്പോൾ എനിക്കും അവനും ഇടയിൽ പൊതുവായിട്ടുള്ളത് നീ മാത്രമാണ് എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു കാര്യമില്ല അവിടെ ഇരുന്നിട്ട് നമ്മുടെ കെയില് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ച് അവസാനം വഴക്കാവും. സോഫിക്ക് ഇഷ്ടപ്പെടാതെ അവള് പെട്ടെന്ന് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഫി ഇപ്പോൾ കിച്ചണിലിരുന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നോളൻ അവിടേക്ക് വന്നിട്ട് സോഫി നീ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. ആ ഒരു ദേഷ്യം കാരണം അവളൊന്നും മിണ്ടാതിരിക്കുകയാണ്. ആ ഒരു സമയം അതിനിടയിലേക്ക് കെയില് കയറി വന്ന് നേരെ ആ ഒരു ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരൊരു ബീറും എടുത്ത് തിരിച്ചു പോകാനായിട്ട് വരുമ്പോൾ
സോഫിയോട് ചോദിക്കും, സോഫി എന്തെങ്കിലും സഹായം വേണോ? അപ്പോൾ പറയാതെ ഇതൊന്ന് കട്ട് ചെയ്ത് തരൂ. ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് വന്നിരിക്കുമ്പോൾ നോളിന് മനസ്സിലായി ഇവൾ എന്തായാലും മിണ്ടത്തില്ല എന്നും പറഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് കയറി പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കെയിലി ഈ ഒരു കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ മാറി നിന്നിട്ട് പറയുന്നുണ്ട്, സോറി അത് നിന്നോട് നേരത്തെ പറയണമായിരുന്നു, അവൾ വരുന്നില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഞാൻ കാരണം നിങ്ങൾ രണ്ടൊരു വഴക്കായില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് സോഫി അവന് നല്ലതുപോലെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഇവര് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് പോയിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സോഫിയും കെയിലും അവളുടെ അച്ഛൻ ഇവർക്ക് വേട്ടയാടാനായിട്ട് പഠിപ്പിച്ചല്ലോ, ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് ഇവർ നല്ലതുപോലെ വൈനെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സോഫി മറ്റൊരു കാര്യം കെയിലിനോട് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയാണെന്ന് പറയുമ്പോൾ കെയില് ചോദിക്കും, ഓ സ്നേഹിക്കല്ലേ, വേറെ ഒന്നും ആയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഞങ്ങൾ 1 വർഷമായിട്ട് ഡേറ്റിങ്ങിലായിരുന്നു, അത് കഴിഞ്ഞതേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മോതിരം കാണിക്കുമ്പോൾ ഇത് കണ്ട കെയിലിനെ പെട്ടെന്ന് അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിരുന്നാൽ അവൻ അത് മുഖത്ത് കാണിക്കാതെ കൺഗ്രാറ്റുലേഷൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ സാധാരണ പോലെ തന്നെ പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഫി ഓക്കെ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണ് എന്നും പറഞ്ഞ് അവള് നേരെ റൂമിനകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ അവള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ നോളൻ കെയിലിനോട്, നിങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ഫ്രണ്ട്സ് ആയെന്നല്ലേ പറഞ്ഞേ? അതെ, സത്യത്തിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചില്ല, സിംഗിളായിട്ട് തന്നെ ജീവിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോഫിയെ കണ്ടതിന് ശേഷം എൻ്റെ ആ ഒരു തീരുമാനം ഞാൻ മാറ്റി. കാരണം ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലേ ആരായാലും അത് വേണ്ടാന്ന് വയ്ക്കൂ. അപ്പോൾ കെയില് പറയും, അതെ ഞാനും അവളും അത്രയും നല്ല സുഹൃത്തുക്കളാണ് കുട്ടിക്കാലം മുതൽ തന്നെ എന്ന് പറയുമ്പോൾ നോളൻ ചോദിക്കും, അല്ല കുട്ടിക്കാലം മുതൽ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളായെന്ന് പറഞ്ഞു, പക്ഷെ ഒരു സമയം കഴിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ തുടർന്നു പോകാനായിട്ട് കഴിഞ്ഞു, കാരണം ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ആ ഒരു രീതിയിൽ എന്നെ കൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ വിഷയം മാറ്റുകയാണ്. എന്നിട്ടാണ് പെട്ടെന്ന് നോളൻ ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു തവണ അത് സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സോഫിയയും അതേപോലെ തന്നെ കെയിലും ഇവർ ചെറുപ്പമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് 18 വയസ്സെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നു. അത് ഒറ്റ തവണ മാത്രമേ ഉള്ളൂ, രണ്ടുപേരും അബദ്ധത്തിൽ സംഭവിച്ചതാണ്. കാരണം ഇവർ രണ്ടുപേരും നല്ലതുപോലെ മദ്യപിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഇതിലങ്ങ് സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇത് കേൾക്കുന്ന കെയില് പറയും, അത് ഒരു തവണയല്ലേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങള്, അതിനെപ്പറ്റി ഇന്ന് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നോളം പറയും, ഹേയ് അങ്ങനെയല്ല, അതിനെപ്പറ്റി സംസാരിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ദേഷിച്ച് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ കെയിൽ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവളെ തൊടുമ്പോഴോ എല്ലാം നോളന് അത്രയും ദേഷ്യം വരുന്നത്. സത്യത്തിൽ സോഫിയ ആ ഒരു കാര്യം നോളിനോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് അബദ്ധം പറ്റിയതാണെന്ന്. പക്ഷെ ഇപ്പൊ കെയിൽ ഒറ്റയ്ക്ക് വരുന്നത് കാരണം ഇവരൊരു സംശയം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും കെയിൽ പറയും, ഇപ്പൊ എന്തായാലും സംസാരിക്കണമെന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ നോളൻ നേരെ റൂമിലേക്ക് കയറി ചെന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അവളോട് ചോദിക്കാണ്, ഈ കുടിച്ചിട്ടാണ് ചോദിക്കുന്നത്, ആ ഒരു മദ്യത്തിന്റെ ലഹരി ഉണ്ടല്ലോ അതിലാണ് ചോദിക്കുന്നത്. ഏതാണ് നമ്മുടെ കെയിലിനോട് ചോദിച്ച അതേ കാര്യം. അപ്പോൾ അവൾ പറയും, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പണ്ട് സംഭവിച്ചതല്ലേ, ഞാനിപ്പോഴും അവനെ നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് എന്നെല്ലാം പറയുമ്പോൾ നോളൻ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ കെയിൽ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നോളനെ ഹണ്ടിങ് പഠിപ്പിക്കണം. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. അതുമല്ല നോളനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും ഇപ്പോൾ ഹണ്ടിങ്ങിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. സോഫി എന്തായാലും കൂടെ പോകുന്നില്ല, കെയിൽ എന്തായാലും നോളിന്റെ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസത്തിൽ അവള് നോളിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പൊ കെയിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ബുള്ളറ്റ് എടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കും. ഇത് നമ്മുടെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ആ ഒരു ബുള്ളറ്റും വെച്ച് ഇപ്പോൾ ഇവര് രണ്ടുപേരും ഇന്നലത്തെ ആ ഒരു കാര്യം സംസാരിച്ചതേ ഉള്ളൂ, അതിപ്പോ എന്തായാലും അവർ കാര്യമാക്കുന്നില്ല. ഇപ്പൊ രണ്ടുപേരും ആ ഒരു ബൈക്കിൽ നേരെ കാടിനകത്തേക്ക് പോവാണ്. ഇവരുടെ കയ്യിലാണെങ്കിൽ തോക്കുമുണ്ട്, അതേപോലെ തന്നെ അമ്പും വില്ലും ഉണ്ട്. അങ്ങനെ ഇതുമായിട്ട് ഇവർ ഒരുപാട് ദൂരം ഈ ഒരു കാടിനകത്തേക്ക് പോയതിനു ശേഷം അത് കഴിഞ്ഞ് വേട്ടയാടാൻ വേണ്ടി അകത്തേക്ക് നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ചില്ലറ നടത്തുമെന്നല്ല, ഒരുപാട് നടക്കണം. കാരണം ഈ ഒരു മൃഗങ്ങളെയൊക്കെ കാടിനകത്ത് കാണുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുറേ ദൂരം ഇങ്ങനെ നിർത്താതെ നടന്ന് അവസാനം ഒരിടത്തേക്ക് വന്നിട്ട് ഈ ഒരു കോമ്പസ് ഉണ്ടല്ലോ അതെടുത്ത് ഇവർ ഈ ദിശ നോക്കിയിട്ട് ആ ഒരു കോമ്പസ് നേരെ എടുത്ത് നോളന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മുടെ നോളൻ കെയിലിനോട്, അന്ന് നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളായിരുന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല, അവൾ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു വിഷയം വീണ്ടും എടുത്തിട്ടത് കൊണ്ട് തന്നെ കെയിലിന് നല്ല ദേഷ്യമുണ്ട്. എന്നിരുന്നാലും അവൻ അത് കാര്യമാക്കാതെ ഇപ്പൊ അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു മാനിനെ കണ്ടു. എന്നിട്ട് പതിയെ നമ്മുടെ കെയില് അവിടേക്ക് ചെന്ന് ആ ഒരു അമ്പുമില്ലും എടുത്ത് അതിനെ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പൊ നോളന്റെ കയ്യിൽ തോക്കുണ്ട്. അപ്പൊ നോളൻ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും ഇവൻ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നേ, അതുപോലെ ഇവൻ ആ ഒരു ആകാംക്ഷ കാരണം പെട്ടെന്ന് തോക്കെടുക്കുമ്പോൾ കെയിൽ ഈ ഒരു കാര്യം കണ്ടിട്ട് അമ്പ് പതിയെ താഴ്ത്തി നോളനോട് പറയും, ശരി നീ തന്നെ ഷൂട്ട് ചെയ്യാൻ പറയും. നോളൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി അപ്പോൾ നോളൻ ആ ഒരു തോക്കെടുത്ത് അങ്ങനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. ഈ കോഴിക്കടയിൽ ചെന്നിട്ട് കോഴികളെ കൊല്ലുന്നത് കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല, പക്ഷെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിന്നും, ആ ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ അവൻ രണ്ടാമത്തെ തവണയും എയിം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവനെ കൊണ്ട് അപ്പോഴും കഴിയാത്തത് കൊണ്ട് കെയിൽ പറയും, ഓക്കെ ഞാൻ തന്നെ അത് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ആ ഒരു അമ്പുമ്പിലും എടുത്ത് ആ ഒരു മാനെ അമ്പ് ചെയ്തങ്ങ് താഴെയിടും. എന്നിട്ട് രണ്ടുപേരും ഓടി അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ കെയിൽ വീണ്ടും
രണ്ടാമതൊരു അമ്പും കൂടി എടുത്ത് അതിന്റെ കഴുത്തിലേക്ക് വിട്ടിട്ട് അതിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ അതിന്റെ കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ അമ്പും വലിച്ചൂരി രണ്ടാമത്തെ അമ്പും വലിച്ചൂരുമ്പോഴത്തേക്കും നോളൻ ചോദിക്കും അതിനിപ്പോഴും ജീവനുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തൊരു മാൻ കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ കെയിൽ കണ്ടിട്ട് പെട്ടെന്ന് നോളന്റെ കയ്യിൽ നിന്നും ആ ഒരു തോക്കങ്ങ് വാങ്ങും. എന്നിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അതിനെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മാനാണെങ്കിലോ അവിടെ നിൽക്കാതെ കുറെ ദൂരെ ഇങ്ങനെ ഓടിപ്പോവും. അപ്പോഴാണ് നോളൻ പുറകെ ചെന്നിട്ട് അല്ല നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്, അതിന്റെ പുറകെ പോകാൻ പോവാണോ? ഇല്ലല്ല, പോകേണ്ട ആവശ്യമില്ല, അവിടെ ഒരെണ്ണം മരിക്കാറായിട്ട് കിടക്കുന്നു, നമുക്ക് എന്തായാലും തിരിച്ചു പോവാം മതി എന്ന് പറയുമ്പോൾ കെയിൽ അത് കേൾക്കത്തില്ല. കാരണം ഈ ഒരു വേട്ടയാടി കഴിഞ്ഞിട്ട് വെറുതെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയത്തില്ലല്ലോ. അപ്പൊ കെയിൽ അത് കാര്യമൊക്കെ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നോളൻ പുറകെ വന്നിട്ട് കെയിൽ നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ കെയിലിന് ആൾറെഡി ഇവനോട് നല്ല ദേഷ്യമുണ്ട്. ഈ ഒരു കാര്യം കൂടി പറയുമ്പോഴത്തേക്കും ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയോ എന്നും പറഞ്ഞ് അലറി വിളിച്ചിട്ട് ശരി ബാ തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തിരിച്ചു നടക്കാണ്. അങ്ങനെ തിരിച്ചു നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ കെയിലിന്റെ കയ്യിലാണ് തോക്കും അതേപോലെ തന്നെ അമ്പുവില്ലുള്ളത്. അപ്പൊ നോളൻ പുറകിലൂടെ നടന്നു വന്ന് ഇവനെ ഒരു ഒറ്റയിടി ഇടിച്ചിട്ട് അങ്ങ് നടന്നു പോന്നു. അപ്പോഴും കെയിലിന് നല്ല ദേഷ്യമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും നടന്ന അവസാനം ആ ഒരു അമ്പെയ്ത മാനുണ്ടല്ലോ അതിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ മുന്നിലെ ഈ ഒരു മാനിനെ തിന്നുകൊണ്ട് ഒരു ചെന്നായി നിൽക്കുന്നു. അതുപോലെ ഇവരടുത്തേക്ക് വരുന്തോറും അത് നല്ലതുപോലെ മുറുകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നോളൻ പറയും അല്ല നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കെയിൽ പറയും ഇല്ല അനങ്ങാതെ തന്നെ നിൽക്കാൻ പറയുന്നതും. ഈ ഒരു ചെന്നായി ഇവരെ നോക്കും, കഴിക്കും. അതേപോലെ തന്നെ ഇവർ അനങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ അത് ദേഷ്യം കാണിക്കും. അപ്പോൾ നോളൻ പറയും അല്ല ഇപ്പൊ എന്ത് ചെയ്യണ്ടേ, പുറകിലേക്ക് പോയാലോ? കെയിൽ പറയും ഇല്ല അനങ്ങാതെ തന്നെ നിൽക്കുക എന്നും പറഞ്ഞിട്ട് അവൻ പതിയെ ആ ഒരു തോക്കെടുക്കാനായിട്ട് ആ ഒരു തോക്കിനെ പൊക്കുമ്പോഴത്തേക്കും ഈ ഒരു ചെന്നായ അത് കണ്ട് വീണ്ടും ശബ്ദം ഉണ്ടാക്കാണ്. പക്ഷെ അവൻ ആ ഒരു തോക്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു അമ്പും വില്ലുണ്ടല്ലോ അതിൽ ഈ ഒരു തോക്കിന്റെ ബെൽറ്റ് അങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് അത് പൊക്കാനും കഴിയുന്നില്ല. ഇത് കണ്ട് നമ്മുടെ നോളൻ ആ ഒരു കാര്യം കൂടി കണ്ടിട്ട് അത് പതിയെ പൊക്കാനായിട്ട് അവന് ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും ആ ഒരു ചെന്നായ അങ്ങനെ നോക്കി നിന്ന് മുറുകുന്നതും നോളന് പേടിയായിട്ട് അവൻ പെട്ടെന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങുന്ന സമയത്ത് ഇത് ഓടി വന്ന് നമ്മുടെ നോളന്റെ മുകളിലേക്ക് ചാടിയങ്ങ് വീഴും. അതുപോലെ ആ ഒരു ഫോഴ്സിൽ നമ്മുടെ കെയിലാണെങ്കിലോ തിരിച്ചങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോളന്റെ കഴുത്തിലും തോളിലൊക്കെ ആയിട്ട് ആ ഒരു ചെന്നായ നല്ലതുപോലെ കടിക്കുകയാണ്. എന്നിട്ട് ഓടി ഓടി വന്ന് വീണ്ടും അവനെ നല്ലതുപോലെ കടിക്കുന്നുണ്ട്. അപ്പൊ കെയിൽ ആ ഒരു തോക്കെടുത്ത് ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ അതും എടുത്ത് ലോഡ് ചെയ്ത് ഇതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇതാണെങ്കിൽ നോളനെ ഒരുപാട് കടിയടിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ഒരു ചെന്നായ പതിയെ കെയിലിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവനെ കുറെ നേരം ഇങ്ങനെ നോക്കിയെന്ന് ഇവ ഈ ഒരു തോക്ക് ലോഡ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അതല്ലാതെ എന്തോ ശബ്ദം കേട്ട് പേടിച്ചിട്ടാണ് വീണ്ടും തിരിച്ചു വന്ന് നോളിനെ കടിക്കാൻ തുടങ്ങും. അപ്പോ പതിയെ വെയിറ്റ് ചെയ്ത് കെയിൽ അതിന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചെന്നായ വെടി കൊണ്ടിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ നോളന്റെ ദേഹം മുഴുവൻ നല്ലതുപോലെ അത് കടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ കിടക്കുമ്പോഴത്തേക്കും കെയിൽ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു തോക്കെടുത്ത് പെട്ടെന്ന് നോളനെ ഷൂട്ട് ചെയ്യാൻ വരുന്നു. അപ്പൊ നോളൻ പറയും പ്ലീസ് പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ എത്രയും രക്ഷിക്ക്, രക്തം ഒരുപാട് പോകുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കെയിലുണ്ടല്ലോ അവൻ ആ ഒരു ദേഷ്യം കാരണം നമ്മുടെ നോളനെ രക്ഷിക്കാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവാണ്. അവൻ ഒരുപാട് വിളിച്ചിട്ടും കെയിൽ അവിടെ നിന്ന് നിൽക്കുന്നില്ല. അവൻ അങ്ങനെ ഓടി ഓടി നേരെ തിരിച്ചു വരുന്നു. അങ്ങനെ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് കാല് തെറ്റി അവൻ നേരെ താഴേക്ക് വീണ്ടും അവന്റെ ചുണ്ടും പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു ബൈക്കും എടുത്ത് നോളനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ച് സോഫിയുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ സോഫിയെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ഏതോ ഒരു ഗ്ലാസ്സിൽ ചവിട്ടിയിട്ട് അവളുടെ കാലും മുറിഞ്ഞ് അതും കെട്ടി വെച്ചിട്ട് അവള് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കും കാണിക്കുമ്പോൾ കെയിലുണ്ടല്ലോ അവനിപ്പോ അതേ സ്പീഡിന് നല്ല തിരിച്ചു വന്ന് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞില്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നത് കെയിലിന് ഇപ്പോഴും അവളെ ഇഷ്ടമാണെന്നാണ്. അവൾക്കിപ്പോ വേറൊരാളെ കിട്ടുന്നത് കൊണ്ടാണ് അവനെ ഈ ഒരു ദേഷ്യം എന്നായിരിക്കാം. അങ്ങനെ കെയിൽ വിടുന്ന റൂമിനകത്തേക്ക് വന്നിട്ട് സോഫി സോഫി നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ സോഫി പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട്, എന്തെങ്കിലും കിട്ടിയോന്നല്ല ചോദിക്കുമ്പോൾ അല്ല നോളൻ എവിടെ, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്ത്, ഞങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റി. ഓക്കെ എന്ത് പറ്റി, അത് ഞാൻ എങ്ങനെ പറയും. ഓക്കെ ഇപ്പൊ നോളനെ ഇവിടെ ഉണ്ട്, വേറൊന്നുമല്ല ഞങ്ങളൊരു മാനിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആ ഒരു മാനിനെ മിസ്സായിപ്പോയി. ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ചെന്നായ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആക്രമിച്ചു. നോളിന് നല്ല പരിക്കുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് വരുമായിരുന്നു. അപ്പോൾ അവള് ചോദിക്കും അപ്പൊ നോളൻ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ, അതെനിക്കറിയത്തില്ല എന്ന് പറയുന്നതും സോഫിക്ക് അത്രയും ദേഷ്യം വന്നിട്ട് നീ എന്ത് കാര്യമോ ചെയ്തതെന്നും പറഞ്ഞ് അവളൊരു വേട്ടക്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളൊരു കത്തി അതേപോലെ തന്നെ തോക്ക് അമ്പുവില്ല് ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി വരാണ്. എന്നിട്ട് അവൾ അവളുടെ ബൈക്ക് എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കെയിൽ പറയും നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയുമ്പോൾ ശരി ബാ പോയി അന്വേഷിക്കാന്നും പറഞ്ഞ് അവനെ വിളിച്ച് നേരെ ഈ ഒരു കാടിനകത്തേക്ക് പോകുന്നു. അങ്ങനെ കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ നോളൻ ഇഴഞ്ഞിങ്ങനെ മുന്നിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ഇപ്പൊ എന്താണ് നോളന് സംഭവിച്ചെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ ഇവര് രണ്ടുപേരും കുറെ ദൂരം ഈ ഒരു കാടിനുള്ളിലേക്ക് വന്നിട്ട് ഇപ്പൊ സോഫി പറയും ശരി നീ ഈ ഒരു വഴിക്ക് പോ, ഞാൻ മറ്റൊരു വഴിക്ക് പോവാന്ന് പറയുമ്പോൾ കെയിൽ പറയുമ്പില്ല നമുക്ക് ഒരുമിച്ച് പോവാം, അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ പോയാലേ കണ്ടുപിടിക്കാൻ കഴിയണമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടു വഴിക്കായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ സോഫി പലയിടങ്ങളിലൂടെ വന്നിട്ടും നോളനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ശബ്ദം കേൾക്കുന്നില്ല, ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ലല്ലോ.
കെയിലാണെങ്കിലോ ഒരുപാട് ദൂരം വണ്ടിയും കൊണ്ടുവന്നിട്ട് അവൻ ഒരിടത്ത് വണ്ടി നിർത്തി. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ ചെയ്തതിലൊരു കുറ്റബോധം അവന് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ കഴിയാതെ അവനും വണ്ടി ഇപ്പോൾ തിരിച്ച് വീണ്ടും നമ്മുടെ സോഫിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അപ്പോൾ സോഫി പറയും ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ നോളന് വലിയ കുഴപ്പമൊന്നുമില്ല. അവനിപ്പോ പതിയെ എഴുന്നേറ്റ് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നല്ല, അവനിപ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട്. അവൻ ആ ഒരു കോമ്പസ് എടുത്ത് ദിശ നോക്കി ആ ഒരു രീതിയിൽ നടന്നിങ്ങനെ പോകുന്നു. അപ്പോഴാണ് ഇവിടെ നമ്മുടെ സോഫി വണ്ടിയും കൊണ്ടുവന്നിട്ട് ഒരിടത്തേക്ക് വണ്ടി നിർത്തി എന്തോ ഒരു കാര്യം അവള് കണ്ടു. എന്താന്ന് വെച്ചാൽ കുറച്ച് മുന്നിലേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു മാൻ ചത്തു കിടക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ സോഫിക്ക് കാര്യം മനസ്സിലായി. അവള് പെട്ടെന്ന് തിരിഞ്ഞ് കെയിലിന്റെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറയും, നീ നേരത്തെ എന്നോട് പറഞ്ഞ കാര്യം കള്ളമാണ്. ഒരു മാനിനെ വേട്ടയാടാൻ ശ്രമിച്ചിട്ട് അതിനെ കൊണ്ടില്ലാന്ന്. പക്ഷെ ഇതെന്താ? അല്ലെങ്കിൽ നീ പറയാൻ പോവാണോ വേറൊരു വേട്ടക്കാരനാണ് ഇതിനെ ഷൂട്ട് ചെയ്തതെന്ന്? ഒരിക്കലും അതല്ല. നോളിന് എന്താ സംഭവിച്ചത് എനിക്ക് പറഞ്ഞേ പറ്റൂ. നീ എന്നോട് എന്തിനാ കള്ളം പറയുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ ഒരു കാര്യം പറയുന്നത്. സോഫി, അവൻ ഒരിക്കലും നിനക്ക് പറ്റിയ ആളല്ല എന്നിങ്ങനെ പറയുന്നതും അവള് ചോദിക്കും എന്താ പറഞ്ഞേ? ഒരു തവണ കൂടി പറയാൻ പറയുമ്പോൾ അവൻ അതേ കാര്യം ഒരു തവണ കൂടി പറയുന്നതും ഒരു ഒറ്റയടി. അതുപോലെ ഇവന്റെ കയ്യിൽ തോക്ക് കൂടി കാണുമ്പോഴത്തേക്ക് സോഫി പറയുന്നുണ്ട്, ഓ അപ്പൊ നിന്റെ കയ്യിൽ തോക്കിരുന്നിട്ട് അവന് പോലും ഇട്ടു കൊടുക്കാതെ എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് വണ്ടി എടുത്ത് പിന്നെ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഒരു അടിയും കൂടി കൊള്ളുമ്പോഴത്തേക്ക് നമ്മുടെ കേലിനും എന്തോ പോലെ ആയിട്ട് അവനിപ്പോ ആ ഒരു വണ്ടി എടുത്ത് നോളിനെ രക്ഷിക്കാനാണോ അതോ തിരിച്ചു പോവാണെന്ന് അറിയത്തില്ല. വണ്ടി എടുത്ത് നല്ല സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ വണ്ടിയിലെ പെട്രോൾ തീരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു പെട്രോൾ ഒഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ക്യാൻ ഉണ്ട്, അത് തുറന്ന് ഇങ്ങനെ ഒഴിക്കാനായിട്ട് വരുമ്പോൾ ഇപ്പൊ പലയിടങ്ങളിൽ നിന്നും ഈ ഒരു ചെന്നായ്ക്കൾ കരയുന്ന ശബ്ദം. അത് കണ്ട് അവൻ പേടിച്ച് ആ ഒരു പെട്രോളും താഴെയിട്ട് പേടിച്ച് നിൽക്കാണ്. അവൻ ചെയ്ത ആ ഒരു കാര്യം ഓർത്ത് കുറ്റബോധം കൊണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ വേറൊരു ചെന്നായ അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. അവനാണെങ്കിൽ ആ ഒരു അമ്പുവില്ലും എടുത്ത് അതിന് നേർക്കിനെ നീട്ടിട്ട് ഹേയ് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എയ്യൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതിന് വല്ലതും മനസ്സിലാവോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മുടെ നോളനെ കാണിക്കുമ്പോഴത്തേക്കും നോളൻ ഒരുപാട് ദൂരം നടന്നു കിടന്ന് ഇപ്പോൾ ക്ഷീണിച്ചിട്ട് അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ അവൻ അനങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ ഒരു സമയത്ത് എന്തായാലും ചെന്നായ്ക്കൾ അവനെ കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാര്യം എന്തായാലും കഴിഞ്ഞു. സോഫി ആണെങ്കിൽ ഇപ്പൊ ആ ഒരു വണ്ടിയും കൊണ്ട് കുറെ ദൂരം ചെന്ന് ഹെൽമെറ്റ് മാറ്റി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് താഴെ കാൽപ്പാടുള്ള ആ ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വഴി അവൻ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ സോഫി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ആ ഒരു വശത്തേക്ക് നല്ല സ്പീഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഈ ഒരു റോഡ് സൈഡിൽ നമ്മുടെ നോളൻ കിടക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തുന്ന ഇവിടെ തെറിച്ചങ്ങ് താഴേക്കൊന്ന് വീഴും. ആ ഒരു വീഴ്ചയിൽ സോഫിയുടെ ബോധവും പോയി. അതേസമയം ഇവിടെ കെയിലാണെങ്കിൽ ആ ഒരു ചെന്നായനെ കൊല്ലാൻ വേണ്ടിയാണ് നിൽക്കല്ലേ. ഇത് ഓടി വരുമ്പോഴത്തേക്ക് ഇവൻ അമ്പ് ചെയ്യുന്ന സമയത്ത് അതിന് കൊള്ളുന്നില്ല. ഇത് ഓടി വന്ന് അവന്റെ കാലിൽ നല്ലപോലെ കടിക്കും. കടി കൊണ്ട് ഇവൻ താഴെ വീഴുമ്പോഴത്തേക്കും ഈ ഒരു ചെന്നായ പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വീണ്ടും വരികയാണ്. ഇതിനെ കത്തി വെച്ചിട്ട് കൊല്ലാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതും കഴിയുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ രണ്ട് ചെന്നായ്കള് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഇവൻ ആ ഒരു തോക്ക് വെച്ച് പെട്ടെന്ന് അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ സോഫിയെ കാണിക്കുമ്പോൾ അവളുടെ ബോധമെല്ലാം തെളിഞ്ഞ് ഇപ്പോൾ അവൾ പതിയെ കണ്ണുറക്കാണ്. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് നമ്മുടെ നോളിനെ നോക്കുമ്പോൾ അവള് തെറിച്ചു വീണത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല. അതുപോലെ അവളുടെ ചുറ്റിനും ചെന്നായ്ക്കളുണ്ട്. അതിലൊരു ചെന്നായ അവളെ കാണുന്നതും സോഫി ഇപ്പൊ ആ ഒരു അമ്പുവില്ലും അതേപോലെ തന്നെ ഒരു കത്തിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ചെന്നായ ഓടി വന്ന് അവളെ കടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെന്നായോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവള് തെറിച്ച് താഴേക്ക് വന്ന് വീഴും. അങ്ങനെ ഉരുണ്ട് നേരെ ഒരു കല്ലിലേക്ക് ഇടിച്ചങ്ങ് വന്ന് വീഴുന്നതും കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ഈ വീഴ്ചയിൽ അവളുടെ കൈ അങ്ങ് മടങ്ങിപ്പോയി. അങ്ങനെ ആ ഒരു ഒടിഞ്ഞ കൈയും വെച്ചിട്ട് അവള് പതിയെ എഴുന്നേറ്റ് അവിടെയുള്ള ആ ഒരു അമ്പും വില്ലും താഴെ വീണിരുന്നു. അതും എടുത്തിട്ട് അവള് കുറച്ച് മുകളിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവൾ അറ്റാക്ക് ചെയ്ത ആ ഒരു ചെന്നായി അവൾ താഴേക്ക് വീഴുന്നതിന് മുന്നേ കത്തി കൊണ്ട് കുത്തിയിരുന്നു. അതവിടെ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ അതിന്റെ അടുത്തേക്ക് നടന്നു വന്ന ആ ഒരു കത്തി വലിച്ചു വരുന്നതും ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അടുത്തൊരു ചെന്നായി വന്ന് നിൽക്കാണ്. ഇപ്പൊ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്പും വില്ലും എടുത്ത് അത് ചെയ്യാനായിട്ട് വരുമ്പോൾ അവളുടെ വലത്തെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. സോഫി ഇപ്പൊ അവിടെ നിന്നിട്ട് പതിയെ അവളുടെ കൈ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ ഒരു കൈ പിടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചെങ്കിലും ഒന്ന് അനക്കി കഴിഞ്ഞാല് ഈ വില്ലിൽ പിടിച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്കാക്കാൻ വേണ്ടി അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ഒറ്റ പിടി വലിച്ച് ഒരു വിധത്തില് കൈ ഒന്ന് അനക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് ആ ഒരു അമ്പും വില്ലും എടുത്ത് ഈ ഒരു ചെന്നായ ഓടി വരുന്നതും അതിനെ ചെയ്യുമ്പോഴത്തേക്കും കൊള്ളത്തില്ല. അത് ഓടി വന്ന് ഇവളുടെ മുകളിലേക്ക് വീണിട്ട് ഇവളെ കടിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി കുറച്ച് ദൂരേക്ക് വീഴുന്നു. എങ്ങനെയെങ്കിലും ആ ഒരു കത്തി കൈ കൊണ്ട് എത്തി അവസാനം ആ ഒരു ചെന്നായെ 2-3 കുത്ത്. വേദന കാരണം എന്തായാലും ചെന്നായ അവിടെ നിൽക്കത്തില്ല. അവിടെ നിന്നും പേടിച്ചങ്ങ് ഓടുമ്പോഴത്തേക്കും ഹീറോയിൻ എപ്പോ എഴുന്നേറ്റിട്ട് അവളുടെ വണ്ടി നോക്കുമ്പോൾ വീണ വീഴ്ചയിൽ ആ ഒരു വണ്ടിയുടെ വീലെല്ലാം വളഞ്ഞുപോയി. അതുകൊണ്ട് ഇനിയിപ്പോ അതുകൊണ്ട് ഉപയോഗമില്ല. അങ്ങനെ അവൾ കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് നോളൻ അവിടെ കിടക്കുന്നു. അവനെയും എടുത്ത് പതിയെ അവൻ എന്തായാലും മരിച്ചിട്ടില്ല. അങ്ങനെ അവനെയും പിടിച്ച് പതിയെ മുന്നിലേക്ക് നടന്നു വരികയാണ്. നടന്ന് കുറെ ദൂരം വരുമ്പോഴത്തേക്കും അവിടെ മരത്തിനടുത്ത് ആരോ ഒരാൾ ചാരിയിരിക്കുന്നു. അത് വേറെ ആരുമല്ല, കെയില്. അതുമല്ല അവൻ അനക്കമില്ലാതിരിക്കുന്നു. അപ്പൊ നോളനെ ഇവിടെ നിർത്തിയിട്ട് സോഫി പതിയെ മുന്നിലേക്ക് ചെന്ന്
അവനെ നോക്കുമ്പോഴത്തേക്കും അവനെ ആ ഒരു ചെന്നായ്കൾ കടിച്ച് കൊന്നിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് നേരെ കെയിലിന്റെ ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് താഴെ വിടക്കുന്ന ആ ഒരു ക്യാനിൽ കുറച്ച് പെട്രോൾ ബാക്കിയുണ്ട്, അതെടുത്ത് വണ്ടിയിലേക്ക് ഒഴിച്ച് നോളനെ കൊണ്ട് ആ ഒരു വണ്ടി എടുത്തിട്ട് അവൾ നേരെ തിരിച്ചു പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നതും അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതിനു മുന്നേ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, അതിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാണ്, കാരണം അതിലും നല്ല മൂവീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.